ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് പുതിയകാവ് മാവേലിക്കരയുള്ള ദീപം ലോ അക്കാഡമിയിലെ LLB എൻട്രൻസ് സ്റ്റുഡൻസിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ച് പറയുകയാണ്. ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, കേരള നവോത്ഥാനത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്നത് ആരാണ്? ശ്രീനാരായണ ഗുരുദേവനാണ്. കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് ശ്രീനാരായണ ഗുരു. അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മദേശം എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തിയിലാണ്. ആര് ജനിച്ചത്? ശ്രീനാരായണ ഗുരുദേവൻ ജനിച്ചത് തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തി. അതുപോലെ പറയുകയാണെങ്കിൽ ശ്രീനാരായണ ഗുരുദേവന്റെ വീട്ടുപേര് എന്താണ്? വയൽവാരം വീട്. ശ്രീനാരായണ ഗുരുവിന്റെ വീട്ടുപേര് എന്താണ്? വയൽവാരം വീട്. വയൽവാരം വീട് എന്നാണ് ശ്രീനാരായണ ഗുരുവിന്റെ വീട്ടുപേര്. അതുപോലെ പറയുകയാണെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്. അതുപോലെ SNDP യോഗത്തിന്റെ സ്ഥാപകൻ ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. SNDPയുടെ സ്ഥാപകൻ ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. 1903 മെയ് 15 SNDP സ്ഥാപിതമായത്. അതുപോലെ പറയുകയാണെങ്കിൽ SNDP യോഗത്തിന്റെ ആജീവനാന്ത പ്രസിഡന്റ് ആരാണ്? SNDPയുടെ ആജീവനാന്ത പ്രസിഡന്റും ആര് തന്നെയാണ്? ശ്രീനാരായണ ഗുരുദേവനാണ് കേട്ടോ. SNDPയുടെ ആജീവനാന്ത പ്രസിഡന്റ് ശ്രീനാരായണ ഗുരു. അതുപോലെ തന്നെ SNDPയുടെ ആദ്യകാല പ്രസിഡന്റ് ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. SNDPയുടെ ആദ്യകാല പ്രസിഡന്റ് ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. ശ്രീനാരായണ ഗുരുദേവൻ ആദ്യമായിട്ട് കാവി ധരിച്ചത് എന്നാണെന്നറിയാമോ? 1918 ശ്രീലങ്ക സന്ദർശിച്ചപ്പോഴാണ് ശ്രീനാരായണ ഗുരുദേവൻ ആദ്യമായിട്ട് കാവി ധരിച്ചതെന്നാണ്. 1918 ശ്രീലങ്ക സന്ദർശിച്ചപ്പോഴാണ്. അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ച് പറയുകയാണെങ്കിൽ ശ്രീനാരായണ ഗുരുദേവന്റെ ആദ്യകാല രചന എന്താണ്? ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യകാല രചന എന്താണ്? അതായത് ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യകാല രചനയാണ് ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട്. ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട്. അതുപോലെ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്. ശ്രീനാരായണ ഗുരു തപസ്സനുഷ്ഠിച്ചത് മരുത്വാമലയിലുള്ള ഗുഹകളിലായിരുന്നു ശ്രീനാരായണ ഗുരുദേവൻ തപസ് അനുഷ്ഠിച്ചിരുന്നത്. അതുപോലെ ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ആലുവയിലെ അദ്വൈതാശ്രമം സ്ഥാപിച്ചതാരാണ്? ശ്രീനാരായണ ഗുരുദേവനാണ്. ആലുവയിൽ അദ്വൈതാശ്രമം സ്ഥാപിച്ചു ശ്രീനാരായണ ഗുരുദേവൻ. 1888 അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടത്തിയതാരാണ്? ശ്രീനാരായണ ഗുരുദേവനാണ്. നെയ്യാറിന്റെ തീരത്താണ് അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടത്തിയത്. 1888. അതുപോലെ പറയുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു ആലുവയിലെ അദ്വൈതാശ്രമം എന്ന് പറഞ്ഞു. ആലുവയിലെ അദ്വൈതാശ്രമത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് എന്താണെന്ന് അറിയാമോ? ഓം സാഹോദര്യം സർവത്ര. ഓം സാഹോദര്യം സർവത്ര എന്ന് എഴുതി വെച്ചിരിക്കുന്നത് എവിടെയാണ്? ആലുവയിലെ അദ്വൈതാശ്രമത്തിലാണ്. അതുപോലെ തന്നെ പറയുകയാണ് ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ച് പറയുകയാണെങ്കിൽ ശ്രീനാരായണ ഗുരുദേവൻ 1922 രവീന്ദ്രനാഥ ടാഗോർ ശ്രീനാരായണ ഗുരുദേവനെ സന്ദർശിക്കുകയുണ്ടായി. 1922 അതുപോലെ 1925 ഗാന്ധിജി ശ്രീനാരായണ ഗുരുദേവനെ സന്ദർശിക്കുകയുണ്ടായി. അതുപോലെ പറയുകയാണെങ്കിൽ ശ്രീനാരായണ ഗുരുദേവൻ ചട്ടമ്പി സ്വാമികൾക്ക് വേണ്ടി സമർപ്പിച്ച കൃതി ഏതായിരുന്നു? നവമഞ്ജരി. ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമികൾക്ക് വേണ്ടി സമർപ്പിച്ച കൃതി ആൻസർ നവമഞ്ജരി. അതുപോലെ ഒരു ജാതി ഒരു ദൈവം, ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന് ആഹ്വാനം ചെയ്തത് ആരാണ്? ശ്രീനാരായണ ഗുരുദേവൻ. ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന്. അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരുദേവൻ പറയുകയുണ്ടായി, ഞാൻ ബ്രാഹ്മണ ശിവനെയല്ല ഈഴവ ശിവനെയാണ് പ്രതിഷ്ഠിക്കുന്നതെന്ന് പറഞ്ഞത് ആരാണ്? ശ്രീനാരായണ ഗുരുദേവനാണ്. അതുപോലെ ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം പറയുകയുണ്ടായി, മദ്യം വിഷമാണ്, അത് ഉണ്ടാക്കരുത്, കുടിക്കരുത് എന്നൊക്കെ ആഹ്വാനം ചെയ്ത ഒരു വ്യക്തി, ഒരു മഹാനായിരുന്നു ആര്? മഹാത്മാവായിരുന്നു ആര്? ശ്രീനാരായണ ഗുരുദേവൻ. അതുപോലെ പറയുകയാണെങ്കിൽ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ശ്രീനാരായണ ഗുരുവിന്റെ സ്മാരകം എവിടെയാണ്? ശ്രീനാരായണ ഗുരുവിന്റെ സമാധി അല്ലെങ്കിൽ സ്മാരകം എവിടെയാണ്? വർക്കലയിലാണ്. അതുപോലെ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് ശ്രീനാരായണ ഗുരുവിന്റെ ജീവിതകഥയെ ആസ്പദമാക്കിക്കൊണ്ട് മലയാളത്തിലിറങ്ങിയ സിനിമ ഏതാണ്?
യുഗപുരുഷൻ. ഏതാണ് യുഗപുരുഷൻ? ശ്രീനാരായണ ഗുരുദേവന്റെ ജീവിതകഥയെ ആസ്പദമാക്കിക്കൊണ്ട് മലയാളത്തിൽ ഇറങ്ങിയ സിനിമ. ആൻസർ യുഗപുരുഷൻ. പ്രഥമ ശ്രീനാരായണ ഗുരു പീസ് പ്രൈസ് ലഭിച്ച വ്യക്തി ആരാണെന്ന് അറിയാമോ? ശ്രീനാരായണ ഗുരുവിന്റെ പീസ് പ്രൈസ് ലഭിച്ച വ്യക്തി ആരാണ്? ശശി തരൂരാണ്. ആരാണ്? ശശി തരൂരാണ്. അതുപോലെ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ശ്രീനാരായണ ഗുരു കേട്ടോ, ശ്രീനാരായണ ഗുരുദേവന്റെ സമാധി എവിടെയാണ്? അവിടെയാണ്, വർക്കലയിലാണ് കേട്ടോ. ജന്മദേശം ചോദിച്ചിട്ടാണ് ചെമ്പഴന്തിയിലാണ്. ശ്രീനാരായണ ഗുരുദേവന്റെ മാതാവിന്റെ പേരെന്താണ്? പിതാവ്. ശ്രീനാരായണ ഗുരുദേവന്റെ പിതാവ് മാടനാശാൻ. ശ്രീനാരായണ ഗുരുദേവന്റെ മാതാവിന്റെ പേര് കുട്ടിയമ്മ. ശ്രീനാരായണ ഗുരുദേവന്റെ യഥാർത്ഥ പേരെന്തായിരുന്നു? നാണു കേട്ടോ. ശ്രീനാരായണ ഗുരുദേവന്റെ യഥാർത്ഥ പേരെന്തായിരുന്നു? നാണു എന്നായിരുന്നു. ശ്രീനാരായണ ഗുരുദേവന്റെ വീട്ടുപേര് ചോദിച്ചാൽ എന്താണ്? വയൽവാരം വീട്. എന്താണ്? വയൽവാരം വീട്. അതുപോലെ കേരള നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരെയാണ്? ശ്രീനാരായണ ഗുരുദേവനെയാണ്. കേരള ബുദ്ധൻ എന്നറിയപ്പെടുന്ന ആരാണ്? ശ്രീനാരായണ ഗുരുദേവനാണ്. രണ്ടാം ബുദ്ധൻ എന്നറിയപ്പെടുന്ന ആരാണ്? ശ്രീനാരായണ ഗുരുദേവനാണ്. ശ്രീനാരായണ ഗുരുദേവനെ കേരള ബുദ്ധൻ എന്ന് ആദ്യമായിട്ട് വിശേഷിപ്പിച്ചത് ആരാണ്? ജി ശങ്കരക്കുറുപ്പാണ്. ആരാണ്? ജി ശങ്കരക്കുറുപ്പാണ്. അപ്പോൾ നമ്മൾ ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ച് കുറച്ച് ക്വസ്റ്റ്യൻസ് പറഞ്ഞു. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് വളരെ യൂസ്ഫുള്ളായ ക്വസ്റ്റ്യൻസാണ്. ഞാൻ ഇന്നിവിടെ വന്നത് പുതിയകാവ് മാവേലിക്കരയുള്ള ദീപം ലോ അക്കാഡമിയുടെ LLB എൻട്രൻസ് സ്റ്റുഡൻസിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ്. ഈ ക്വസ്റ്റ്യൻസ് ഏവർക്കും പ്രയോജനപ്പെടുന്നതാണ്, ഏവർക്കും വീഡിയോ കാണാവുന്നതാണ്, ഈ പറയുന്ന കാര്യങ്ങൾ കേട്ട് പഠിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നതിൽ തുടർച്ചയായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കിത് പരീക്ഷകളിലൊക്കെ ഉപകാരപ്പെടുന്നതാണ്. ഞാൻ 275 280 വീഡിയോകളും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോകളൊക്കെ കാണുക, കേട്ട് പഠിക്കുക കേട്ടോ. ഇത് നിങ്ങൾക്ക് എവിടെ ഉപകാരപ്പെടും? ഏതെങ്കിലും പരീക്ഷകളിലൊക്കെ ചിലപ്പോൾ ഉപകാരപ്പെട്ടേക്കാം.